നവജാത ശിശു പരിപാലനം തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധ വേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി സുധാകരനാണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ഇപ്പോൾ ന്യൂ ബോൺ അല്ലെങ്കിൽ നിയോനേറ്റ് എന്ന് പറയുന്നത് ജനിച്ച ആ ഒരു ഫസ്റ്റ് ഡേ തൊട്ട് 28 ഡേയ്സ് വരെയാണ് നമ്മൾ നവജാത ശിശു എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പീരീഡിൽ ഇപ്പോൾ ബേബി NICUലേക്ക് ചിലപ്പോൾ നമ്മൾ അഡ്മിഷൻ വേണ്ടി വന്നേക്കാം. എല്ലാ കുഞ്ഞുങ്ങളും NICU പോകണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു നോർമൽ ടേം പ്രഗ്നൻസി എന്ന് കൂട്ടുമ്പോൾ 10 മാസം ഓർ 40 വീക്സ് അല്ലെങ്കിൽ 280 ഡേയ്സ് അതാണ് നമ്മുടെ കണക്കൂട്ട്. സോ ദാറ്റ്സ് 40 വീക്സ്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 37 വീക്സ് തൊട്ട് ബേബി ടേം ആണ്. അതായത് കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ അവർക്ക് തന്നെത്താനായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും, പാല് വലിച്ചു കുടിക്കാൻ പറ്റും, ഇൻഫെക്ഷൻസിൻ്റെ ചാൻസും കുറവായിരിക്കും. അപ്പോൾ ഈ 36 ആൻഡ് ലെസ് എന്ന് നമ്മൾ കൂട്ടുന്നത് പ്രീ ടേം, പ്രിമച്വർ. അപ്പോൾ അവർക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് കൂടുതലായിരിക്കും, NICU അഡ്മിഷൻ കൂടുതലായിരിക്കും, ഇൻഫെക്ഷൻസിൻ്റെ ചാൻസ് കൂടുതലായിരിക്കും, ജോണ്ടിസ്, ഫീഡിങ് ഇഷ്യൂസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു നോർമൽ ബർത്ത് വെയ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് 2.5 കിലോ ടു 3.99. ഇപ്പോൾ 4 കിലോ ടച്ച് ചെയ്താൽ അത് ലാർജ് ബേബി, ലാർജ് ഫോർ ജസ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ ലെസ് ദാൻ 2.5 ആണെങ്കിലും 4 ആൻഡ് പ്ലസ് ആണെങ്കിലും നമുക്ക് പ്രശ്നമാണ്. ലെസ് ദാൻ 2.5 എന്ന് പറയുമ്പോൾ അത് ലോ ബർത്ത് വെയ്റ്റ് ബേബിയാണ്. അതും ഇതേപോലെ പ്രിമച്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ ഇഷ്യൂസ് കുഞ്ഞുങ്ങൾക്ക് വരാം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.